എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ഇയർ കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലെയുള്ള അപ്ഡേറ്റുകളും അറിയിപ്പുകളും യഥാസമയം നിങ്ങളിലേക്ക് എത്തുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വച്ചേക്കുക. വീഡിയോ ഉപകാരപ്രദമായാൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തുകൊണ്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ വർഷത്തെ ഫസ്റ്റ് ഇയർ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുടെ ഇൻഡക്ഷൻ പ്രോഗ്രാമുകൾ എല്ലാം അവസാനിച്ച് ഇപ്പോൾ ചെറിയ രീതിയിൽ ക്ലാസുകൾ ആരംഭിച്ചിട്ടുണ്ടാകും. തുടർന്നുള്ള ക്ലാസുകൾ ഒരാഴ്ച ഓണം വെക്കേഷന് ശേഷം മാത്രമായിരിക്കും ഉണ്ടാവുക. ബിടെക് ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ എന്തൊക്കെ നിർബന്ധമായും ചെയ്യണമെന്നാണ് പറയാൻ പോകുന്നത്. കേരളത്തിലെ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഏറെക്കുറെ കുട്ടികളുടെ ലക്ഷ്യം IT ജോബ് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് എത്തിച്ചേരുവാൻ നിങ്ങൾക്ക് അത്യാവശ്യമായി വേണ്ടത് പ്രോഗ്രാമിംഗ് സ്കിൽസ് ആണ്. ഫസ്റ്റ് ഇയർ തൊട്ട് തന്നെ ഈ സ്കിൽസ് ഉണ്ടാക്കുന്നത് വളരെ നല്ല കാര്യമാണ്. ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആദ്യം തുടങ്ങണമെന്ന് നിരവധി കുട്ടികൾക്ക് സംശയങ്ങൾ ഉണ്ടാകും. ഇതുമായി ബന്ധപ്പെട്ട് സംശയമുള്ളവർ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഒരു വാട്സപ്പ് ബോട്ടിന്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. അതിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയുവാൻ സാധിക്കും. ഇതോടൊപ്പം കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് സംസാരിക്കുന്നതിൽ. അക്കാഡമിക്സുമായി ബന്ധപ്പെട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന 10 ദിവസം ഓണം വെക്കേഷൻ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിലെ ബേസിക് ആയ കാര്യങ്ങൾ പഠിക്കുവാൻ ഉപകാരപ്പെടുത്താം. ഇതോടൊപ്പം എഞ്ചിനീയറിംഗിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നെറ്റ്വർക്കിംഗ്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈലാണ്. അത് നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, അതായത് വർക്ക്ഷോപ്പ്, കോഴ്സുകൾ എന്ന് തുടങ്ങിയ കാര്യങ്ങളുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. എങ്ങനെ ചെയ്യണം എന്നൊക്കെ വീഡിയോയുടെ താഴെ നൽകിയിട്ടുള്ള ലിങ്കിൽ കയറി പരിശോധിക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ഇയറിലേക്ക് കയറുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ ചോദിക്കുക. നന്ദി.